ഇന്നത്തെ വചനചിന്ത ദൈവം നട്ടാൽ. ദൈവം നട്ടതിൻ്റെ വളർച്ചയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഭക്തനായ അബ്രഹാമിനെ വിളിച്ചത് ദൈവമാണ്. ദൈവശബ്ദം കേട്ടിറങ്ങിയ ഭക്തനായ അബ്രഹാം നോക്കിയത് ദൈവത്തെ. എന്നാൽ അബ്രഹാമിനെ നോക്കി ഇറങ്ങിയത് ലോത്തായിരുന്നു. ദൈവശബ്ദം കേട്ട അബ്രഹാം ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തെ കണ്ട് മുന്നോട്ട് ചലിച്ചു. അബ്രഹാമിനെ ദൈവം അതിനാൽ ഉറപ്പിച്ചു. എന്നാൽ ഭക്തനായ അബ്രഹാമിനെ മാത്രം നോക്കി ഇറങ്ങിയ ലോത്ത് പരാജയപ്പെട്ടു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവശബ്ദം കേട്ടാണോ ഇറങ്ങിയത്? ദൈവമാണോ താങ്കളെ നട്ടത്? ദൈവം താങ്കളെ കൈവിടുകയില്ല. ഭക്തനായ അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കി മാറ്റിയതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളെയും ദൈവം വലിയൊരു ജാതിയാക്കി മാറ്റും. അബ്രഹാമിൻ്റെ മേലുള്ള വാഗ്ദത്തം വചനം ശ്രവിക്കുന്ന താങ്കളുടെ മേലുണ്ട്. അതിനാൽ വിളിച്ചു പറയണം, ഭക്തനായ അബ്രഹാമിനെ മാനിച്ചതുപോലെ ദൈവം എന്നെ മാനിക്കും. ഭക്തനായ അബ്രഹാമിനെ ദൈവം സമ്പന്നനാക്കി മാറ്റി. അതിനാൽ വിളിച്ചു പറയണം, ഞാൻ ദാരിദ്ര്യനാണെങ്കിലും എന്നെ സമ്പന്നനാക്കുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന്. ആത്മിക സമ്പന്നനാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. ആത്മികവും ഭൗതികവുമായ നന്മകൾ നൽകി മാനിക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ നട്ടിട്ടുണ്ടെങ്കിൽ ദൈവം താങ്കളെ വളർത്തുമാറാക്കും. കർത്താവിനായി കാത്തിരുന്ന് ഫലം കായ്ക്കണം. നാം ദൈവത്തിൻ്റെ കരത്തിലാണുള്ളത്. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ വളർത്തും. മറ്റുള്ളവർ അവഗണിച്ചാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും ദൈവം കുറിക്കപ്പെട്ട നാളിൽ വാഗ്ദത്തം ദൈവം നിവൃത്തീകരിക്കും. എത്ര അവഗണിക്കുന്നുവോ അത്രത്തോളം കരുത്താർജിക്കുവാൻ കഴിയണം. ഓരോ അവഗണനയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവ ഓരോ പാഠമാക്കണം. അകറ്റി നിർത്തിയാലും അവഗണിച്ചാലും നമ്മെ ആവശ്യം വരുന്ന ഒരു സമയമുണ്ട്. വചനം ശ്രവിക്കുന്ന താങ്കൾ കടന്നു പോകുന്നത് ഏത് പ്രതിസന്ധിക്കകത്തായിരുന്നാലും വചനം ശ്രവിക്കുന്ന താങ്കളെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. വചനം ശ്രവിക്കുന്ന താങ്കളെ സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കണം. ദൈവം നൽകുന്നതേ എന്നേക്ക് നിലനിൽക്കത്തുള്ളൂ. ഇന്ന് അനേകരുടെ ചിന്ത എല്ലാറ്റിനും വലുത് പണമെന്നാണ്. നല്ല ചിന്തകൾ കൊണ്ട് നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവർ ഓർക്കുക, പണം ഭിക്ഷയാചിക്കുന്നവർ സമ്പാദിക്കുന്നുണ്ട്. പണമല്ല ഏറ്റവും വലുത്. പണമുണ്ടായിട്ടും നല്ല ചിന്തകളില്ല, നല്ല വ്യക്തിത്വമില്ല, നല്ല സംസ്കാരമില്ല എങ്കിൽ ആ മനുഷ്യനെ ആരും ബഹുമാനിക്കുകയില്ല. ഭക്തനായ അബ്രഹാം സമ്പന്നനായിരുന്നു. എന്നാൽ ഭക്തനായ അബ്രഹാം സ്വന്തം ഭവനം വിട്ട്, പിതൃഭവനം വിട്ട്, തൻ്റെ സകല സമ്പത്തും വിട്ട് ദൈവശബ്ദം കേട്ട് കൂടാരമടിച്ച് ദൈവം പറയപ്പെട്ട വഴികളിലൂടെ സഞ്ചരിച്ചു. ഭക്തന് ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു. ധനവും സമ്പത്തും ഭക്തനായ അബ്രഹാമിൻ്റെ പിന്നാലെ വന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് നല്ലൊരു വ്യക്തിയാകുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നട്ട ദൈവം താങ്കളെ വളർത്തും. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് നല്ലൊരു വ്യക്തിത്വമുണ്ടെങ്കിൽ, താങ്കൾ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സകല അനുഗ്രഹങ്ങളും ആത്മിക അനുഗ്രഹങ്ങളും വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ലഭിക്കുവാനിടയാകും. ഭക്തനായ യോസഫ്, ദാവീദ് തുടങ്ങി അനേകം ഭക്തന്മാർ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അവരൊക്കെയും കടന്നുപോയത് ശൂന്യതകളിലായിരുന്നു. ഭക്തനായ യോസഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ദാവീദിൻ്റെ ജീവിതം പരിശോധിച്ചാൽ പ്രതികൂലങ്ങളുടെ നടുവിലും അവർ ഉറച്ചു വിശ്വസിച്ചു. ഓർക്കുക, ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും പ്രതിസന്ധി നേരിടുവാൻ തനിയെ വിടുകയില്ല. ഭക്തനായ മോശ ചെങ്കടലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ കരം ഭക്തനായ മോശയ്ക്ക് വേണ്ടി ചലിക്കുവാനിടയായി. ഭക്തനായ ദാവീദ് ഗോലിയാത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഭക്തനായ ദാവീദിനു വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിച്ചു. ഭക്തനായ യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം കൂടെ ഇരുന്ന് ഭക്തനായ യോസഫിനെ ധൈര്യപ്പെടുത്തി ദർശന വ്യാഖ്യാനത്തിനുള്ള കൃപ നൽകി. വചനം ശ്രവിക്കുന്ന താങ്കളെ നട്ടത് ദൈവമാണെങ്കിൽ താങ്കളുടെ കൂടെ ദൈവമുണ്ടെന്ന് ഓർക്കുക. താങ്കളുടെ കൂടെ ദൈവമുള്ളതിനാൽ പൈശാചിക ശക്തികളെ കണ്ട് ഭയപ്പെടേണ്ട. ഭക്തനായ ദാവീദ് 27-ാം സങ്കീർത്തന പുസ്തകം 1-ാം വചനത്തിൽ വിളിച്ചു പറയുന്നത് പോലെ പറയണം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നമ്മെ നട്ടിട്ടുണ്ടെങ്കിൽ ദൈവഹിതപ്രകാരം മുന്നോട്ട് ചലിപ്പാൻ അതിനായുള്ള കൃപ
ദൈവസ്ഥലിൽ നിന്ന് പ്രാപിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.